ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 49. അങ്ങനെ ഈ ഒരു ഏപ്രിൽ മാസം ഇറങ്ങിയ ഒട്ടുമിക്ക എല്ലാ ഫോൺസും ഭയങ്കര അധികം എന്താ പറയുക നല്ല നല്ല ഫോൺസ് ആയിരുന്നു ഇറങ്ങിയത്. ആ കൊടുക്കുന്ന പ്രൈസിന് അത്രക്കും നല്ല വേർത്ത് ആയിട്ടുള്ള ഒരുപാട് ഫോൺസ് ഈ മാസം ഇറങ്ങി. അടുത്ത മാസം ഇതുപോലെ ഒരുപാട് നല്ല ഫോൺസ് അടുത്ത മാസം ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ചില മോഡൽസ് അടുത്ത മാസം വരുന്നുണ്ട്. അപ്പോൾ ഒരു അപ്കമിങ് ഫോൺസിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, നാളെയാണ് CMF ഫോൺ 2 Proയുടെ ലോഞ്ച് ഇവൻറ്റ്. നാളെ അറിയാൻ വേണ്ടി പറ്റും ഏത് പ്രൈസിലാണ് ഫോൺ വരുന്നത് എന്നുള്ളത്. ഇതുവരെ ഒട്ടുമിക്ക എല്ലാ സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നെ റിവീൽ ചെയ്തു. ഡിസൈനും പ്രോസർ ഡിമെൻസിറ്റിയുടെ 7300 Pro ആണ്. അതുമായിട്ട് പഴയതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ടെലിഫോട്ടോ ലെൻസൊക്കെ വരുന്നുണ്ട്. ഉഗ്രൻ ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഫോണായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ 20,000 രൂപ പ്രൈസ് പോയിന്റിലാണെങ്കിൽ കിഡിലാണ് ആ പ്രൈസ് റേഞ്ചിൽ ടെലിഫോട്ടോ ലെൻസൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ചിലപ്പോൾ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നാളെ അറിയാൻ വേണ്ടി പറ്റും ഏത് പ്രൈസിലാണ് ഈ ഒരു ഫോൺ വരുന്നതെന്നുള്ളത്. പിന്നെ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ചെയ്യുന്നവർക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ തന്നെ പുതിയൊരു ആപ്പ് വന്നിട്ടുണ്ട്. അതായത് റീലൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ്സ് ഓൺ ഇൻസ്റ്റാഗ്രാം എന്ന ആപ്പ് ഇപ്പോൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നിനെ അടുത്ത റീലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് ഫീച്ചേഴ്സൊക്കെ എന്നുള്ളത്. എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ടില്ല, ചെയ്യണമെന്നുണ്ട്. ഞാനിപ്പോൾ നോക്കുമ്പോഴാണ് ആ ഒരു ആപ്പ് കണ്ടത്. അപ്പോൾ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്പായിരിക്കും തോന്നുന്നുണ്ട്. ചിലപ്പം ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് അപ്ഗ്രേഡ് ചെയ്ത് ഫീച്ചേഴ്സൊക്കെ വരും തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പുതിയൊരു ആപ്പ് കൂടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ മോട്ടറോള എഡ്ജ് 50 Pro ആണ് ഇപ്പോഴും 30K റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ട് ആയിട്ടുള്ള മോഡൽ. അതിൻ്റെ സക്സസർ ആയിട്ടുള്ള എഡ്ജ് 60 Pro എന്ന മോഡൽ ഈ വരുന്ന 30-ാം തീയതിയാണ് ലോഞ്ച് ചെയ്യുന്നത്. ഡിസൈൻ വൈസൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. വലിയ വ്യത്യാസങ്ങളൊന്നും മോട്ടറോള അങ്ങനെ ഡിസൈനിൻ്റെ ഭാഗത്ത് കാര്യമായിട്ട് ഒരു വർക്കും ചെയ്യാറില്ല. എല്ലാ ഡിസൈനും ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട്. അതായത് 1.5K റെസൊല്യൂഷനുള്ള ഒരു OLED ആയിട്ടുള്ള കോഡ് കർവ്ഡ് ആയ ഡിസ്പ്ലേ ആണ്. നോർമലാണ്. കഴിഞ്ഞ മോഡലും സെയിം ആണ് ഉണ്ടായത്. ക്യാമറ ആണെങ്കിൽ 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 15 MB അൾട്രാ വൈഡ് വരുന്നുണ്ട്, 10 MB 3x ടെലിഫോട്ടോ വരുന്നുണ്ട്, 50 MB സെൽഫി ക്യാമറ അടക്കം കൊടുത്തിട്ടുമുണ്ട്. കഴിഞ്ഞ പ്രീവിയസ് മോഡലിൽ അൾട്രാ വൈഡ് ക്യാമറ 12 MB 13 MB ആയിട്ട് ഉണ്ടായത് ഇപ്രാവശ്യത്ത് 15 MB മാറിയിട്ടുണ്ട്. സോ ക്യാമറയുടെ ഭാഗത്തും ഉഗ്രൻ അപ്ഗ്രേഡ് വരുന്നുണ്ട്. പെർഫോമൻസ് ആണെങ്കിൽ ഇപ്രാവശ്യം വരുന്നത് ഡിമെൻസിറ്റിയുടെ 8350 അൾട്ടിമേറ്റ് എന്ന പ്രോസറാണ് ഇപ്രാവശ്യം വരുന്നത്. സോ പെർഫോമൻസ് വൈസും ഇപ്രാവശ്യം നല്ല കാര്യമായിട്ട് നല്ല രീതിയിലുള്ള അപ്ഗ്രേഡ് പെർഫോമൻസ് ഭാഗത്തും മോട്ടറോള കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. സോ പെർഫോമൻസ് ഇപ്രാവശ്യം ഉഗ്രനായിരിക്കും. LPDDR 5X റാമും വരുന്നുണ്ട്, UFS 4.0 അതിൻ്റെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. സോ പെർഫോമൻസ് എന്താ പറയുക, നോർമൽ പെർഫോമൻസ് അങ്ങനെ അധികം അവർ നോക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം പെർഫോമൻസിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള അപ്ഗ്രേഡ് വരുന്നുണ്ട്. 6000 mAh ബാറ്ററി ഒക്കെ ആയിട്ടാണ് വരുന്നത്. 90 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ്ങും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഒക്കെ തന്നെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മോഡലിൽ 50 വാട്ടിൻ്റെ ഒക്കെ വയർലെസ് ചാർജിങ് ആണ് ഉണ്ടായത്. ഇപ്രാവശ്യം 15 വാട്ട് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ബാറ്ററിയിൽ കാര്യമായിട്ടുള്ള വലിയ അപ്ഗ്രേഡ്, കാരണം കഴിഞ്ഞതിൽ 4500 mAh ആയിരുന്നു ഉണ്ടായത്. അപ്പം ഒരു ഉഗ്രൻ ഫോൺ ഇനി അടുത്ത 30,000 രൂപക്ക് മുകളിൽ ഇതിൻ്റെ പ്രൈസ് വരെ നല്ല ചാൻസ് ഉണ്ട്. ഈ സ്പെക്ക് ആണെങ്കിൽ ഇത് ഓൾറെഡി റിവീൽ ചെയ്ത കാര്യമാണ്. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു 30,000 രൂപയ്ക്ക് ഇത് വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. മിക്കവാറും പ്രൈസ് കൂടാൻ നല്ല ചാൻസ് ഉണ്ട്, കാരണം അത്രയും നല്ല സ്പെക്കിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. എന്തായാലും നോക്കാം. ഈ വരുന്ന 30-ാം തീയതിയാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ റിയൽമിയും കഴിഞ്ഞ ദിവസം പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്തു. റിയൽമിയുടെ 14T 5G എന്ന മോഡലാണ്. ഇതൊരു ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ടുള്ള ഫോണാണ്. 18,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പ്രോസർ വന്നിട്ട് ഡിമെൻസിറ്റിയുടെ 6300 പ്രോസറാണ് വരുന്നത്. സോ 18,000 രൂപയ്ക്ക് അത് ഒട്ടും പവർഫുള്ളേ അല്ല എന്നുള്ളത് അറിയാം. ഒരു 10K റേഞ്ചിൽ വരുന്ന ചിപ്സെറ്റാണ് ഒരു 8K റേഞ്ചിൽ വേണ്ടിയിട്ടുള്ളത്. സോ ഓഫ്ലൈൻ ആണ്, ആ രീതിയിൽ മാത്രം നോക്കുക. ഒരു അമോലെഡ് ഡിസ്പ്ലേ ആക്കി ഇവർ എടുത്ത് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. പിന്നെ IP69 റേറ്റിംഗ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ IP69 റേറ്റിംഗ് അങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഈ ഒരു റേഞ്ചിൽ. ഈ ഫ്ലാഗ്ഷിപ്പ് ലെവലിലാണെങ്കിൽ നമുക്ക് പറയാം ഒരു അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല ബെസ്റ്റ് ആയിരിക്കും ഐഫോണും സാംസങ് ഒക്കെ ആണെങ്കിൽ. പക്ഷേ ഈ ഫോണിലൊന്നും അങ്ങനെ ഒരു കാര്യമില്ല. എനിക്ക് തോന്നുന്നു ചില പെർട്ടിക്കുലർ ആൾക്കാർക്ക് മാത്രമേ ഇത് യൂസ്ഫുൾ ആവുള്ളൂ. പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ ഇപ്പം കൊറിയർ ഓടുന്നവർക്കും അതുപോലെ തന്നെ ഈ ഫുഡ് ഡെലിവറി അവർക്കൊക്കെ ഈ മഴക്കാലത്ത് ഈ പറയുന്ന IP റേറ്റിംഗ് ഉണ്ടെങ്കിൽ ഫോൺ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം എപ്പോഴും പുറത്ത് നിന്നാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പം ഒട്ടുമിക്ക ആളും മറ്റൊരു വാട്ടർ പ്രൂഫായുള്ള കവറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. കാരണം അങ്ങനെ ഒരു വെള്ളം കയറത്തില്ല. നോർമലായിട്ടുള്ള ഫോണാണെങ്കിൽ പെട്ടെന്ന് വെള്ളം കയറി കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്.
അപ്പം അവർക്ക് അങ്ങനെ ചില പെർട്ടിക്കുലർ ജോബൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും. എന്നല്ലാതെ ഒരു നോർമലായിട്ടുള്ള ഒരാൾ അത് മഴയത്ത് കൊണ്ടുപോയി ഉപയോഗിക്കാറേ ഇല്ല. ഈ ഒരു ബഡ്ജറ്റ് ലെവൽ ഫോണിൻ്റെ അതിലൊരു ആവശ്യമില്ല. പെർട്ടിക്കുലർ പറയുകയാണെങ്കിൽ അതിലൊരു ആവശ്യമേ ഇല്ല. പക്ഷെ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് കാര്യമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് നോക്കാൻ പറ്റിയ ഫോൺ. ഒട്ടുമിക്ക 15-14 രൂപയുടെ ഫോണിലടക്കം ഇപ്പം IP69 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു വലിയൊരു കാര്യമല്ല. ഈ ഒരു ഫോണും ഒരു ഓഫ്ലൈൻ സീരീസ് ഫോൺ നോക്കുന്നവർക്ക് 14T ആ രീതിയിലുള്ള ചില ഫീച്ചേഴ്സൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതല്ലാതെ വേറെ ഒന്നും അതിൽ എടുത്തു പറയാനൊന്നുമില്ല. ബാക്കിയൊക്കെ നോർമൽ സെറ്റപ്പിലാണ് ആ ഒരു ഫോൺ വരുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ ഗാലക്സി S25 എഡ്ജ് എന്ന മോഡൽ അടുത്ത മാസം മെയ് 13 ലോഞ്ച് ചെയ്യുന്നു ചില ലീക്സ് ആൻഡ് റൂമേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് അടക്കം ഇപ്പോൾ ലീക്കായിട്ട് വന്നിട്ടുണ്ട്. അതായത് $1200 ഈ ഒരു ഫോണിൻ്റെ ബേസ് മോഡൽ 256GB വേരിയൻ്റെ പ്രൈസ് വരുന്നത്. ഇന്ത്യൻ പ്രൈസായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 1 lakhിൻ്റെ അടുത്തൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എല്ലാവരും എക്സ്പെക്ട് ചെയ്ത ഒരു പ്രൈസ് പോയിന്റ് തന്നെയാണ് ഈ ഒരു ഫോൺ വരാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം 1 ലക്ഷമാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തത്. കാരണം S25 S25 പ്ലസും അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. S25 പ്ലസും S25 അൾട്രയും അതിൻ്റെ ഇടയിലാണ് ഈ ഫോൺ വരുന്നത്. കാരണം സ്പെസിഫിക്കേഷൻസ് വൈസും ആ രീതിയിലുള്ള സ്പെക്ക് ഈ ഫോൺ തരുന്നുണ്ട്. ഒരു സ്ലിം ആയിട്ടുള്ള ഫോൺ, കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണല്ല. കോമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേയുടെ സൈസും കുറയണമല്ലോ. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈസ് കുറയുന്നില്ല. കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോൺ ഇപ്പോഴും S25 തന്നെയാണ്. S25 എഡ്ജ് ഒരിക്കലും ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണല്ല. തിക്നെസ്സും വെയിറ്റൊക്കെ കുറവായിരിക്കും എന്നല്ലാതെ അതിൻ്റെ സൈസ് വലുതായിരിക്കും. ഡിസ്പ്ലേ സൈസ് എന്തായാലും വലുതായിരിക്കും വരുന്നത്. അപ്പോൾ മെയ് മാസം ഒരു പകുതിയോടെ എന്തായാലും S25 എഡ്ജിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടാകും. എന്തായാലും ലോഞ്ച് ചെയ്യും. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ലേറ്റ് ആവും പോകത്തില്ല. ഈ കഴിഞ്ഞ ജനുവരി തൊട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് ഈ ഒരു ഫോണിന് വേണ്ടി. എന്തായാലും മെയ് മാസം ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യും. പിന്നെ അങ്ങ് ചൈനയിൽ റെഡ്മിയുടെ ടെർബോ 4 Pro എന്ന ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണായിരിക്കും ഇന്ത്യയിലേക്ക് പോക്കോയുടെ F7 ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. കാരണം ഇതിൽ യൂസ് ചെയ്ത ചിപ്സെറ്റ് എന്ന് പറയുന്നത് കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8s Gen 4 എന്ന ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പോക്കോ F7ലും ഇതേ സാധനമായിട്ടായിരിക്കും എന്തായാലും വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ഡിസൈനിലൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ വരും. പിന്നെ ബാക്കിയുള്ള സ്പെക്കൊക്കെ പറയുകയാണെങ്കിൽ 8 ഡുവൽ ക്യാമറ വരുന്നുണ്ട്, 7550 mAh ബാറ്ററി, 1.5K റെസൊല്യൂഷനുള്ളൊരു AMOLED ഡിസ്പ്ലേ ഒക്കെ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ എന്തായാലും ഷുവറായിട്ട് പറയാം അടുത്ത മാസം പോക്കോയുടെ F7. അത് F7 വരുമോ, F7 അൾട്ര വരുമോ, പ്രോ വരുമോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും പോക്കോ F7 ഏതെങ്കിലും ഒരു ഫോൺ അടുത്ത മാസം ഷുവറായിട്ട് ലോഞ്ച് ചെയ്യും. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് എന്തായാലും ഇനി പോകത്തില്ല. ഷുവർ മെയ് മാസം പോക്കോയുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഫോൺ ലോഞ്ച് ചെയ്യും. പിന്നീട് ഒരു സങ്കടപ്പെടുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ജിയോ, എയർടെൽ, VI ഇവരൊക്കെ തന്നെ ഈ ഒരു ഡിസംബറിനുള്ളിൽ തന്നെ പ്രൈസ് കൂട്ടാൻ വേണ്ടി പോവാണ്. പ്രൈസ് ഹൈക്ക് വരാൻ വേണ്ടി പോവാണ്. ഒരു 20% പ്രൈസ് ഹൈക്ക് വരുമെന്നാണ് ചില ആൾക്കാർ ചില റിപ്പോർട്ടൊക്കെ പറയുന്നത്. ഒഫീഷ്യലായിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ചില റിപ്പോർട്ടൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല പ്രൈസിലാണ് ഉള്ളത്. ഇനിയും കൂടെ കൂടിക്കഴിഞ്ഞാൽ അങ്ങ് എത്തിപ്പോവും. ഇപ്പോൾ റീസെൻ്റായിട്ടാണ് ഇപ്പോൾ പ്രൈസ് കൂടിയത്. ഇനിയും കൂടാൻ വേണ്ടി പോവാണ്. ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കൂടും എന്നാണ് ചില റിപ്പോർട്ടൊക്കെ പറയുന്നത്. എന്താല്ലേ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ടെക് ന്യൂസിൽ പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് അബിനോ സൈനിങ് ഓഫ്. ബൈ.